മഞ്ഞപ്പിത്ത പ്രതിരോധ പരിപാടിയിൽ ഏവരും പങ്കാളികളാവുക. പകരുന്ന രോഗങ്ങൾ നമ്മൾ പ്രതിരോധ ഔഷധങ്ങൾ കൊണ്ടു തടയും. പകരുന്ന രോഗങ്ങൾ നമ്മൾ പ്രതിരോധ ഔഷധങ്ങൾ കൊണ്ടു തടയും. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം, കേരളനാടിന്റെ ശബ്ദം. പ്രിയമുള്ളവരെ, ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മഞ്ഞപ്പിത്ത ബാധ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഈ രോഗത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിനു വേണ്ടി അറിയിക്കുന്നു. കരളിനെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ് മഞ്ഞപ്പിത്തം. കുടിവെള്ളം വഴിയും ആഹാരസാധനങ്ങൾ വഴിയും പകരുന്ന എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തമാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുഞ്ഞുങ്ങൾക്ക് ഇത് അത്ര ഗുരുതരമാകാറില്ലെങ്കിലും പ്രായപൂർത്തിയായവരിൽ പലപ്പോഴും ഗൌരവതരമാകാറുണ്ട്. ശരീരവേദനയോടുകൂടിയ പനി, തലവേദന, ക്ഷീണം, ഓക്കാനം, വയറുവേദന, ഛർദി തുടങ്ങിയവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പിന്നീട് മൂത്രത്തിനും കണ്ണിനും മറ്റ് ശരീരഭാഗങ്ങളിലും മഞ്ഞ നിറം പ്രത്യക്ഷപ്പെടുന്നു. വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും ആഹാര ശുചിത്വവും പാലിച്ച് മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാം. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴുകിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക. പഴകിയതും മലിനമായതുമായ ആഹാരം കഴിക്കാതിരിക്കുക. ഭക്ഷണപദാർത്ഥങ്ങൾ മൂടിവെക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. വെള്ളം എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. കിണറ്റിലെ ജലം മലിനപ്പെടാതെ സൂക്ഷിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷനും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. ആഹാരം കഴിക്കുന്നതിനു മുമ്പും കഴിച്ചതിനു ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കൈകളിലെ നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. മലവിസർജനത്തിനു ശേഷം സോപ്പ് ഉപയോഗിച്ച് കൈകൾ കഴുകുക. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. മലമൂത്ര വിസർജനം കക്കൂസിൽ മാത്രം ചെയ്യുക. കുഞ്ഞുങ്ങളുടെ വിസർജനങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യുക. പൊതു ടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ശ്രദ്ധിക്കുക, ഉത്സവാഘോഷങ്ങളിലും കൂടുതൽ പേർക്ക് രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യുക. മഞ്ഞപ്പിത്ത പ്രതിരോധ പരിപാടിയിൽ ഏവരും പങ്കാളികളാവുക.